മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉപയോഗിക്കാതെ കിടക്കുന്നത് 906.35 കോടി. വയനാട് ദുരിതബാധിതർക്ക് നൽകിയത് തുച്ഛമായ തുക. കണക്കുകളിലും അവ്യക്തത നിറയുകയാണ്. മലയാളികൾ മനസ്സറിഞ്ഞു നൽകിയ തുക ദുരിതബാധിതർക്ക് നൽകാതിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന ആരോപണമാണ് ഉയരുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം 663 കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്തിയത്. എന്നാൽ ഇതിൽ നിന്നും തുച്ഛമായ തുക മാത്രമാണ് സർക്കാർ ചെലവഴിച്ചത്. 3 മാസം കഴിഞ്ഞിട്ടും ദുരിതബാധിതർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതിനിടെയാണ് കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാനുള്ള ഇടത് സർക്കാരിന്റെ ശ്രമം. 906.35 കോടി രൂപയാണ് CMDRFന്റെ അക്കൗണ്ടിൽ നിലവിലെ ബാലൻസ്. വയനാട് ദുരന്തത്തിന് ശേഷം 663 കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്തിയത്. 2018-19 പ്രളയ സമയത്ത് 4970.29 കോടി രൂപ വന്നു. പിന്നാലെ വന്ന കൊറോണ മഹാമാരിയിൽ 1129.74 കോടിയും ലഭിച്ചു. വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം 6763.92 കോടി രൂപയാണ് ഈ ഇനത്തിൽ ലഭിച്ചത്. ഇപ്പോഴും CMDRFിലേക്ക് സഹായം എത്തുന്നുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഏതാണ്ട് 10 കോടിയിൽ താഴെ മാത്രമേ സർക്കാർ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജൂലൈ 30 മുതലാണ് വയനാട് ദുരന്തത്തിനായി പണം സമാഹരിക്കാൻ തുടങ്ങിയത്. ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി വിവിധ ബാങ്കുകൾ ലഭിച്ച തുകയുടെ കണക്കുകൾ വെബ്സൈറ്റിലുണ്ടെങ്കിലും UPI ID വഴി ലഭിച്ച പണത്തിന്റെ കാര്യത്തിലും സൈറ്റിൽ വ്യക്തതയില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്.